ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മന്ന കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു കേക്ക് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് കൈ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ടിന്നിൻ്റെ ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സൈഡിലും കൂടെ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്കൊരു 2-3 തവണ അരിച്ചെടുക്കാം. എത്ര തവണ അരിക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കേക്ക്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, മുട്ട ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ മുട്ട നല്ല ക്രീമി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി ഹാൻഡ് മിക്സർ ഇല്ലാത്തവർക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ട ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. മുട്ടയൊന്ന് പതഞ്ഞു വരുമ്പോഴേക്കും 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എൻ്റെ 1 കപ്പെന്ന് പറയുന്നത് 250 ml ആണ്. ഇത് ഒന്നിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്, 2-3 പാർട്ടായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ആ പഞ്ചസാര പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ആദ്യം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇങ്ങനെ നമുക്ക് മുഴുവൻ പഞ്ചസാരയും 2-3 പാർട്ടായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ പഞ്ചസാരയും ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹൈ സ്പീഡിലിട്ട് നല്ല ക്രീമി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ചേർത്തതിന് ശേഷം ഒരു 30 സെക്കൻഡെങ്കിലും ഹൈ സ്പീഡിലിട്ട് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം. ആ മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വാനില എസൻസും ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് ഉപയോഗിക്കരുത്. 2 പാർട്ടായിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഈ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഫോൾഡ് ചെയ്യരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാവുമ്പോൾ പെട്ടെന്ന് അധികം കട്ടയൊന്നുമില്ലാതെ കിട്ടും. അങ്ങനെ മുഴുവൻ മൈദയും ചേർത്ത് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു കേക്ക് ഓവനിലാണ് ചെയ്യുന്നത്.
ഇനി ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ ഗ്യാസിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് കുക്കറിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലോ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനുള്ള ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ്സും 2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കണം. കേക്ക് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കിയായിരുന്നു, ബേക്കായിട്ടില്ല. അങ്ങനെ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് ബേക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം. അത് ക്ലിയർ ആയിട്ടാണ് വന്നതെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. എനിക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ് എടുത്ത് കേട്ടോ ബേക്കായി വരാൻ. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കേക്ക് കാണിച്ചു തരാം. ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയാലോ. സൈഡൊക്കെ നല്ല സോഫ്റ്റാണ്, ഒട്ടും ഹാർഡായിട്ടില്ല. നമുക്ക് ഈ കേക്ക് നല്ലതുപോലെ ആറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കേക്ക് നല്ലതുപോലെ ആറി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കേക്കിനെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഇവിടെ 3 ലെയർ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നേരത്തെ തണുപ്പിക്കാൻ വെച്ചിരുന്ന ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് വിപ്പിംഗ് ക്രീം ഉണ്ട്, റിച്ചിൻ്റെ ഉണ്ട്, ഫിയോനയുണ്ട്. ആദ്യം നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമിന് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഒന്നിച്ചല്ല ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ള പഞ്ചസാരയും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ചില ക്രീമിനൊക്കെ നല്ല മധുരമുണ്ട്, അപ്പം നമ്മൾ നോക്കി വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഈ ഒരു ക്രീമിന് കുറച്ച് മധുരം കുറവായതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ക്രീം ചെറുതായിട്ടൊന്ന് വിപ്പായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട്. പാത്രം കമഴ്ത്തിയാൽ പോലും ക്രീം താഴോട്ട് പോകില്ല. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. കേക്ക് ബോർഡിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. അത് നമ്മൾ കേക്കിൻ്റെ ലെയർ വെക്കുമ്പോൾ തെന്നി മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് ബോർഡൊക്കെ ഇല്ലാത്തവർക്ക് വീട്ടിൽ ഒരു പ്ലേറ്റോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം.
കേക്കിൻ്റെ മുകളിൽ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ചെറി സിറപ്പൊക്കെ നന്നായിട്ടൊന്ന് കേക്കിലേക്ക് സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്ക് കേക്കിലേക്ക് ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചെറിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒഴിച്ച് തിളപ്പിച്ചെടുത്തതാണ്. ചെറി സിറപ്പിന് പകരമായിട്ട് ഷുഗർ സിറപ്പും ഉപയോഗിക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാനായിരിക്കും എളുപ്പം. സ്പാച്ചുല വെച്ചും ഇത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കേക്ക് ഫുള്ള് ക്രീം വെച്ച് കവറായി കഴിയുമ്പം കുറച്ച് ചെറിയ ചെറിയ പീസാക്കിയത് മുകളിലിട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കുക. ആദ്യം ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ഫുള്ള് കുത്തി കൊടുക്കുക. അതിനുശേഷം ചെറി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഫുള്ളായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ ചെറി ഇടുക. ഇനി അവസാനത്തെ ലെയർ കേക്കും വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ചെറി സിറപ്പാക്കി കൊടുക്കുക. മുകളിൽ ചെറി ഇടേണ്ട ആവശ്യമില്ല. ഇനി ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കുക. ഒരു സ്പാച്ചുല ഉപയോഗിച്ചോ സ്ക്രാപ്പർ ഉപയോഗിച്ചോ കേക്ക് ഫുള്ളായിട്ടും കവർ ചെയ്തെടുക്കണം. അങ്ങനെ കേക്ക് ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഏറ്റവും മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു റോസ് വരച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുവാണ്. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ഇഷ്ടമുള്ള ഡിസൈൻ ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരുപാട് നോസിൽസൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഈ ഒരു ഫ്ലവർ വെച്ചിട്ട് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൻ്റെ നടുവിൽ ഒരു റൗണ്ടിലുള്ളൊരു പാത്രം വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ആ നോസിൽ വെച്ച് തന്നെ ഒന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുവാണ്. ഇനി കേക്കിൻ്റെ സൈഡിലും മുകളിലുമായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡാർക്ക് ചോക്ലേറ്റാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിനെ നല്ലൊരു ഭംഗിയാക്കുന്നത്. അങ്ങനെ കേക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ടും ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വരച്ചിരിക്കുന്ന ഫ്ലവറിൻ്റെ നടുവിലായിട്ട് ചെറി വെച്ച് കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള ചോക്ലേറ്റ് നമുക്ക് കേക്കിൻ്റെ മുകളിലും കൂടി ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ടും ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.